അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മളൊക്കെ പലപ്പോഴും വലിയ വലിയ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും പെടാറുണ്ട്. നമ്മളെക്കൊണ്ട് താങ്ങാൻ കഴിയാത്ത പല പ്രയാസങ്ങൾ വരെ നമ്മൾ പല സമയങ്ങളിലായി നേരിടാറുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമമാണെങ്കിലും, എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും, എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ചെറിയ ഇസ്മിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയുന്നത്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മിനെ ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എത്ര വലുതാണെങ്കിലും, എത്ര കഠിനമായ പ്രയാസങ്ങളാണെങ്കിലും, നമ്മുടെ മുമ്പിൽ ഇനിയൊരു രക്ഷയില്ല എന്ന് വരെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിന്റെ ഈ ഇസ്മിനെ 129 തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് പരിശുദ്ധമായ ഖുർആനിലെ അള്ളാഹുവിന്റെ ഈ കലാമിനെ 11 തവണ കൂടി നമ്മൾ പാരായണം ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി കൽബറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടെ നമ്മുടെ ആ വിഷമം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക, അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. ഒരു സംശയവുമില്ല, അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി തന്നിരിക്കും. നമ്മൾ ചൊല്ലേണ്ട ഇസ്മ് യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 129 തവണ ചൊല്ലുക. അതിന്റെ ശേഷം പരിശുദ്ധമായ ഖുർആനിലെ അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഈ ആയത്തിനെ 11 തവണ നമ്മൾ പാരായണം ചെയ്യുക. നമ്മുടെ കൽബിന്റെ എല്ലാ വേദനയും നമ്മൾ കൽബിലേക്ക് കൊണ്ടുവന്ന് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. അള്ളാഹു ആ വിഷമത്തെ മാറ്റിത്തരും ഇൻഷാ അള്ളാഹ്. നല്ല വിശ്വാസത്തോടുകൂടി ചെയ്യുന്നവർക്ക് ഇൻഷാ അള്ളാഹ് ഇതിന്റെ ഫള് ലഭിക്കും, തീർച്ചയാണ്, അതിൽ ഒരു സംശയവുമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.